ലൈൻ ലൈക്ക് ഫേസ് ഈസ് ദ ക്ലാസിക്കൽ സൈൻ ഓഫ് ടേണേഴ്സ് സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം, പാഗറ്റ്സ് ഡിസീസ്, മാർബിൾ ബോൺ ഡിസീസ്. ഇത്രയായിരുന്നു ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പാഗറ്റ്സ് ഡിസീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസ് പറയുകയാണെങ്കിൽ ഒരു ന്യൂമോണിക്സ് ഓർക്കുക. 4L, 4L ഓർത്താൽ മതി. ഒന്ന്, ഫസ്റ്റ് L എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജർ ഹാർട്ട് സൈസ് എന്നാണ് പറയുന്നത്. കാരണം ഇവർക്ക് ഈ ഫ്രോണ്ടൽ ബോസിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വരും. എന്ന് വെച്ചാൽ ഫ്രോണ്ടൽ ബോൺ മുന്നോട്ട് തള്ളും. അപ്പോൾ വലിയ ക്യാപിറ്റൽ മാത്രമേ അത് കവറായി നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് അതിനെ മീൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ലോസ് ഓഫ് ഹിയറിംഗ് ആണ്. അത് നെർവ് കംപ്രഷൻ വരുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. മൂന്നാമത്തെ ക്ലാസിക്കൽ സൈൻ L എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ലൈക്ക് ഫേസ് തന്നെയാണ്. അടുത്ത L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് പാരാലിസിസ് ആണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാഗറ്റ് സ്റ്റീൽ സിൻഡ്രോം എന്ന് പറയും. അതുണ്ടാകുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്കുലാർ ഫ്ലോ ഡൈവേർഷൻ ആണ്. അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നതിൻ്റെ ഫലമായിട്ടാണ്. ദെൻ ഇതിനകത്ത് ഈ ഓപ്ഷനകത്ത് കൊടുത്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ് മാർബിൾസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ ഇമേജുകളുണ്ട്. അത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ആ ഇമേജുകൾ ചേർത്താണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഇത് വോയിസ് ഇടുന്ന സമയത്ത് ഇമേജ് കൂടി അയച്ചു തരണമെന്ന് വിചാരിക്കും, ചിലപ്പോൾ വിട്ടു പോകാറുണ്ട്. അത് പറയാനുള്ള കാരണം ഇതിനകത്തൊരു ക്ലാസിക്കൽ സൈനുണ്ട്. മാർബിൾ ബോൺ ഡിസീസ് എന്ന് പറഞ്ഞ ആ കണ്ടീഷന്റെ ക്ലാസിക്കൽ സൈൻ ഓർക്കാൻ വേണ്ടി മാർബിൾസ് എന്ന് പറയുന്ന ഒരു ന്യൂമോണിക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ആണ്. A എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീമിയാണ്. R എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ക്രേനിയൽ നെർവ് എന്നുള്ളതാണ്. ക്രേനിയൽ നെർവിന്റെ പല പതോളജിയും വരുന്നത് കൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ദെൻ അതിന്റെ ഫലമായിട്ട് തന്നെ ബ്ലൈൻഡ് ആൻഡ് ഡഫ്, ചില ആൾക്കാർക്ക് കാഴ്ചശക്തിക്ക് പ്രശ്നം വരുന്നുണ്ട്, കേൾവിക്ക് കുറവ് വരുന്നുണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്ത L എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ എൻലാർജ്ഡ് എന്നുള്ളതാണ്. അടുത്ത E എന്ന് വെച്ച് കഴിഞ്ഞാൽ എർലൻ മെയർ ഫ്ലാസ്ക് ഡിഫോമിറ്റി എന്ന് പറയും. ഇത് ഇമേജ് വെച്ച് മാത്രം കാണിച്ചു തരാൻ പറ്റുന്ന കാര്യമാണ്. ഫീമർ ബോണിനാണ് സംഭവിക്കുന്നത്. മുകളിലത്തെ ഏരിയ തിന്നായി വരികയും താഴത്തെ ഏരിയ ഡൈലേറ്റ് ചെയ്ത് വരികയും ഒരു ഫ്ലാസ്ക് ഷേപ്പിലേക്ക് മാറുകയും ചെയ്യുന്നു. അത് ഞാൻ ഇമേജ് ഇതിനകത്ത് ഇട്ടേക്കാം. ദെൻ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലീനോമെഗാലിയാണ്. അപ്പോൾ മാർബിൾസ് അതിൻ്റെ അല്ലെങ്കിൽ മാർബിൾ ബോൺസ് സിൻഡ്രം എന്താണ് എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിക്കൽ സൈൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ മാർബിൾസ് എന്ന് പറയുന്ന ഒറ്റ ഒരു ന്യൂമോണിക്സ് വെച്ച് ഓർക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇമേജ് ഞാൻ അയച്ചേക്കാം. ഓക്കെ.